നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിസസ് ടി ആനസ്റ്റോയ്ക്ക് പോകാൻ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് മാമിനെ ഫെലിസിറ്റേഷൻ സ്പീച്ചിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നാട്ടിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദർ സ്കൂളിൻ്റെ 22ാമത് വാർഷികാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 22 വർഷക്കാലമായി ഏറ്റവും നല്ല നിലയിൽ അക്കാദമിക് വിദ്യാഭ്യാസം എന്നതിലുപരി പഠന പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണ് ഈ മദർ സ്കൂൾ മാർട്ടിൽ. ഈ സ്കൂളിന്റെ പ്രവർത്തനം വരും കാലങ്ങളിലും മികച്ച രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നിരവധി കുട്ടികളെ നല്ല നിലയിലേക്ക് എത്തുവാനുള്ള പ്രോത്സാഹനം ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ചടങ്ങിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് പോകാൻ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് വേഗം ഈ പരിപാടിയിൽ ആദ്യം തന്നെ ഞാൻ വിളിച്ചിട്ടുള്ളത്. പോകാൻ അനുവദിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. We now invite Mr. Gangadharan Master, Ward Member, to felicitate the gathering. Sir, kindly come forward and share your valuable words with us. ബഹുമാനപ്പെട്ട മാസ്റ്റർ ഗവർണർ ഫാദർ ജോസഫ് മാർ തോമസ്, ദേവദത്ത, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ്, അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസൂയ, അതുപോലെ PTA പ്രസിഡന്റ്, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, നഗര സ്കൂളിൻ്റെ 22ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷാദ്യം അറിയിക്കാൻ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മറ്റൊരു പരിപാടിയിൽ പോകാൻ സമയം ഇപ്പം തിരക്കായതുകൊണ്ടാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടന്നു വരുന്ന ഈ വിദ്യാലയം അതിൻ്റെ വിഭവത്വത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിനകത്തെ ഏറ്റവും നല്ലൊരു വിദ്യാലയമായി ഈ കഴിഞ്ഞ 22 വർഷം കൊണ്ട് വളർന്നു വരാനും ധാരാളം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാനും സാധിച്ച ഒരു സ്കൂൾ എന്ന നിലയിൽ ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. Thank you, sir, for your kind words. We would like to respectfully inform you that Very Reverend Dr. Verghese Tamikakuri, our chief person and the guiding force behind the growth of this mother school, was scheduled to deliver the introductory address for today's annual day celebration. Unfortunately, due to unavoidable circumstances, he could not reach the venue on time. Though he is not physically present with us, his constant guidance and support and blessings are always with our institution. We sincerely acknowledge his valuable contributions and convey our heartfelt gratitude for his continued encouragement. It is now the most auspicious and proud moment of our annual day celebration. We are deeply honored to have with us a guiding light of the mother school, our patron and manager, Most Reverend Dr. Joseph Mark Thomas. For his wisdom, guidance and constant encouragement, he has shaped the vision of our school and inspired generations of students to grow with knowledge and values. May I now request His Excellency Most Reverend Dr. Joseph Mark Thomas to kindly come forward and enlighten us with his thoughts as we deliver the presidential address. Welcome, Father.
നമ്മളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ദേവദത്ത പ്രവാക്തി ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ ജോയ്, നമുക്കിവിടെ ആശംസാ പ്രസംഗം അറിയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനുസ്മയ, വാർഡ് മെമ്പർ ശ്രീ ഗംഗാധരൻ മാസ്റ്റർ, നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ബിജു മുണ്ടച്ചൻ, വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാത്യു പാലപ്രായച്ചൻ, ഇവിടെ ആശംസ നൽകുന്ന PTA-യുടെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ കെ, ഗുരുദേവ സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സമ്മേളനത്തിൽ ജോസഫ്, ഇവിടെ സ്നേഹിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ്, ഈ കലാലയത്തിലെ ബഹുമാനരായ അധ്യാപകരെ, അനധ്യാപകരെ, PTA മെമ്പേഴ്സ്, ഈ സ്കൂളിൻ്റെ ബഹുമാനമായ വിദ്യാർത്ഥികളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾ, നമുക്കെല്ലാവർക്കും സന്തോഷവും ചാരിതാർത്ഥ്യമുള്ള ഒരു സന്ധ്യാ സമയമാണ്. മദർ സ്കൂൾ അതിൻ്റെ 22 വർഷത്തെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് 23ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു വിജ്ഞാന വിളക്കായി തീരുവാൻ മദർ സ്കൂളിന് ഇടയായിട്ടുണ്ട്. വളരെ എളിയ തുടക്കത്തിൽ നിന്ന് പടിപടിയായി വളർന്ന് ഏറ്റവും മെച്ചമായ വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്തും ഈ പ്രദേശത്തും നൽകുന്ന ഒരു കലാലയമായ ഉയർന്നതിൽ വികസിച്ചതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. ഇതിൻ്റെ പിന്നിൽ അനേകായിരങ്ങളുടെ ത്യാഗനിർഭരമായ സമർപ്പണമുണ്ട് നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്ന നമ്മളുടെ ആദരണീയനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ബിജു മുണ്ടച്ചൻ, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ മാത്യുച്ചൻ, നമ്മളുടെ പ്രഗത്ഭരായ അധ്യാപകർ, PTA പ്രവർത്തകർ, മാതാപിതാക്കൾ, ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ, എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുകയും അഭിനന്ദിക്കുകയും മാനേജ്മെന്റിന്റെ ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മാറി, വിദ്യാഭ്യാസത്തിൻ്റെ ഘടനകൾ മാറ്റപ്പെട്ടു, വിദ്യാഭ്യാസത്തിൻ്റെ ഡയമെൻഷൻസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്
ലോകത്ത് ആകമാനം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു മാറ്റം നമ്മുടെ മദർ സ്കൂളിലും ക്രമീകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാലയത്തിൽ പഠിച്ച് വളർന്ന് പോകുന്ന ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി പ്രവർത്തിക്കുവാൻ തക്ക കഴിവുറ്റ പൗരന്മാരായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ കലാലയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുമ്പോഴും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താതെ തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കലാലയത്തിലെ പാഠ്യേതര വിഷയങ്ങൾ നമ്മൾ ക്രമീകരിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവിടെ നടന്നതായ പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും എന്തൊക്കെയായിരുന്നുവെന്ന് ഇവിടെ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു കലാലയത്തിന് ആവശ്യമായ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും വിളിച്ചേർത്തുകൊണ്ടാണ് ഈ കലാലയം മുന്നോട്ട് പോകുന്നത് എന്ന് ആ റിപ്പോർട്ട് നമ്മെ പ്രത്യേകമായിട്ട് പ്രബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് എക്കാലത്തും മാനവികതയാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ സാധ്യമാകുന്ന ഒരു നല്ല പൗരനെ നമ്മുടെ സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ലോകത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചാലും ആത്യന്തികമായി എല്ലാവരും നല്ല മനുഷ്യരായിത്തീരണം. നല്ല സ്നേഹവും സഹോദര്യവും സൗഹാർദ്ദവും പരസ്പര കരുണയും കരുതലുമുള്ള നല്ല മനുഷ്യ സ്നേഹമുള്ള പൗരന്മാരായി നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലും. നിയമത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവം ക്രിയേഷൻ ഓഫ് എ ജെന്റിൽമാൻ, ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജെന്റിൽമാൻ നെവർ ഒഫൻസ് അതേഴ്സ്, മറ്റുള്ളവർക്ക് ഉറപ്പ് കൊടുക്കാത്ത, വേദന കൊടുക്കാത്ത, മറ്റുള്ളവർക്ക് നല്ല സഹോദര്യവും സൗഹൃദം കൊടുക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നു. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ വിമോചനത്തിന്റെ അടയാളമാണ്. ലിബറേറ്റിംഗ് ഫോഴ്സ്. നമ്മുടെ സമൂഹത്തിൽ സമ്പത്തുള്ളവരും അധികാരമുള്ളവരും ഭൗതികമായ നേട്ടങ്ങളുള്ളവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അതൊന്നും ഇല്ലാത്തതിന് പേരിൽ വേദനിക്കുന്ന, ദുഃഖിക്കുന്ന അനേകം ദുർബല വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ദുർബല വിഭാഗങ്ങളിൽ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെയും മറ്റ് പൗരന്മാരെ പോലെ നമ്മുടെ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മുഖ്യധാരയിലേക്കും പ്രവേശിപ്പിക്കുന്നത് ഗുണമേന്മയുള്ള നല്ല വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് അറിയാം, ഈശ്വരന്മാരെ കൊടുത്ത സംഭാവനകൾ വലുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് വളർന്ന് വികസിച്ച് വരുവാൻ തക്കവണ്ണം നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരെ ഉത്തമ പൗരന്മാരായി രൂപാന്തരപ്പെടും എന്നുള്ള കാഴ്ചയാണ്. അങ്ങനെ മിഷണറിമാരുടെ ദാർശനികതയോടുകൂടി നടത്തപ്പെടുന്ന ഒരു കലാലയമാണ് മദർ സ്കൂൾ എന്ന് പറയുന്നു. മറ്റ് കാഴ്ചപ്പാടുകളിൽ നടത്തുന്ന കലാലയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
നമുക്കറിയാം കലാലയത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സായി കാണുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. മിഷണറി കലാലയങ്ങൾക്ക് അപ്രകാരം ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. അത് എല്ലാ മനുഷ്യർക്കും അവരുടെ തുല്യത കൊടുത്തുകൊണ്ട് വളർന്ന് വികസിക്കുവാൻ അവസരങ്ങൾ എടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ വികസനത്തിന്റെ പര്യായമാണ്. നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയിൽ, സമൂഹത്തിന്റെ നിർമ്മിതിയിൽ നമ്മളുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വികസിച്ച് വളർന്നു വന്നിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും കടന്നു ചെന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മകൾ, നമ്മുടെ സമൂഹത്തിന്റെ മൂല്യബോധം, നമ്മുടെ ഭവനങ്ങളുടെയൊക്കെ സ്ഥിതി ഉയർത്തിപ്പിടിക്കുന്ന നല്ല പൗരന്മാരായി തീർന്ന് രാഷ്ട്ര നിർമ്മിതിയിൽ വികസനം പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയിൽ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയും. അങ്ങനെ വിദ്യാഭ്യാസം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുവാനും സമൂഹത്തിന്റെ വിമോചനത്തിന്റെ മാധ്യമമായി മാറുവാനും നല്ല വികസനം നാട്ടിൽ കൊണ്ടുവരുവാനുമായി പരിശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസം കാലോചിതമായ മാറ്റത്തിന് വിധേയമാകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന, 20ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്നത് അത് വൺ സൈഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ ബൗദ്ധിക കഴിവുകൾ മാത്രം വളർത്തുന്ന വിദ്യാഭ്യാസം, അവർക്ക് നല്ല മാർക്ക് ലഭിക്കുക, റാങ്ക് ലഭിക്കുക, നല്ല മാർക്കുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുക, അങ്ങനെ ഒരു ജോലി സമ്പാദിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെ വിശ്വസിച്ചിരുന്നു. പറയാറുണ്ട്, കോഗ്നിറ്റീവ് ഡൊമൈൻ ഡെവലപ്മെന്റ് ആണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ മറ്റേ 2 ഡൊമൈൻസ് ഉണ്ട്, അഫക്റ്റീവ് ഡൊമൈനും സൈക്കോ മോട്ടോ ഡൊമൈനും. അവന്റെ മാനസിക വികാസം, നല്ല മൂല്യ ബോധമുള്ളവരായി ജീവിക്കുവാനായിട്ട്, അവന്റെ കായിക ക്ഷമത, അതുപോലെ തന്നെ മറ്റേ കഴിവുകൾ. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രിയപ്പെട്ട ദേവദൂർത്ത ഒരു കുട്ടിയാണ്. നമുക്കറിയാവുന്നതുപോലെ നല്ല ഗായികയും അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളക്കരയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു കലാകാരിയായിട്ട് മാറുന്നു എന്നുള്ളത്. അങ്ങനെ നല്ല കലാകാരിമാര്, സ്പോർട്സ് താരങ്ങള്, സയന്റിസ്റ്റുകൾ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കഴിവുകളിലൂടെ കടന്നു വരുവാൻ തക്കവണ്ണമുള്ള വേദി നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. 20ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം ഒരു ബൗദ്ധിക കേന്ദ്രീകൃത വിദ്യാഭ്യാസമായിരുന്നു എന്നുണ്ടെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം വരുത്തേണ്ടതായ മാറ്റം എന്താണ് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ പണ്ഡിതന്മാരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നമുക്കുണ്ടായിരിക്കേണ്ട 4 നൈപുണ്യങ്ങൾ. ഒരുപക്ഷെ ഇന്ന് ബൗദ്ധിക കഴിവിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങൾ. നമ്മളെ വിദേശ നാടുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇടയ്ക്കൊക്കെ വിദേശ നാടുകളിൽ പോകുന്ന വ്യക്തിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ നമുക്കറിയാവുന്ന പോലെ ഇലക്ട്രിക്കൽ കാറുകളൊക്കെ വന്നിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ ചെന്നാൽ ഇലക്ട്രിക്കൽ കാറുകൾ കൂടാതെ ഡ്രൈവറില്ലാതെ പോകുന്ന, എന്താണ്, സെൻസറുകൾ പോകുന്ന കാറുകൾ ഉണ്ടായിട്ടുണ്ട്, ട്രെയിനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധ്യമാകുന്ന 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ആതുര സേവന രംഗത്തും അതുപോലെ തന്നെ നമ്മളുടെ വ്യവസായ രംഗത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധനം വേണമെന്നില്ല, കടയിൽ പോകണമെന്നില്ല, നമ്മുടെ ഗൂഗിളിൽ കൂടെ ഒരു കമാൻഡ് കൊടുത്താൽ സാധനം കിട്ടുമെന്ന് വരുമെന്നുള്ളതാണ്. ഭക്ഷണം വേണമെന്നില്ല, നമ്മുടെ കാറിൽ പോകുന്ന അവസരത്തിൽ നമ്മുടെ ഫോണെടുത്ത് നല്ലൊരു ഹോട്ടലിൽ കമാൻഡ് കൊടുത്താൽ നമ്മുടെ വീടിന്റെ അടുത്ത് നല്ല ഭക്ഷണം വരുമെന്നുള്ളതാണ്. പൈസ കൊടുക്കാനുള്ള പോകേണ്ട കാര്യമില്ല, ഗൂഗിൾ പേ കൊണ്ട് വീട്ടിൽ വെച്ച് ചെയ്യുവാനായിട്ട് സാധ്യമാകുമെന്നാണ്. നല്ല അറിവ് കിട്ടാനായിട്ട് കോളേജുകളിലോ ലൈബ്രറികളിലോ ലാബുകളിലോ പോകേണ്ടതായ കാര്യമില്ലാതിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു നല്ല ഐഫോൺ ഉണ്ട് എന്നൊരിക്കലെ
എല്ലാ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പത്ത് ആയിരിക്കുകയാണ്. ഞാൻ വിദേശ നാടുകളിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ചെന്ന ഹോട്ടലിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ഒരു മാനേജർ, പിന്നെ ഒരാളും, ബാക്കിയെല്ലാം റോബോട്ട്സ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പേ ചെയ്ത് അത് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട്സ് അവിടെ വന്ന് ആ ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ അടുത്തുകൊണ്ട് തരികയും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അത് തന്നെ എടുത്തത് വാഷ് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു വെക്കുകയും ചെയ്യുന്ന നല്ല ഹോട്ടലുകളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉപരിയായി മെഷീനുകള് മനുഷ്യന്റെ ബുദ്ധി മനോഹരമായ രീതിയിൽ ആവിഷ്കരിക്കുന്ന ഒരു സമൂഹമാണ് 21ാം നൂറ്റാണ്ടെന്ന് പറയും. ഞാനിവിടെ നിൽക്കുന്ന അവസരത്തില് ഞാൻ ഡയബറ്റിക് പേഷ്യൻസ് കൂടിയാണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് എന്റെ ബ്ലഡൊക്കെ കുത്തി നോക്കി എന്താണ് ഡയബറ്റിക് ഉണ്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പോക്കറ്റില് നല്ല ഒരു റീഡർ ഉറപ്പുണ്ട്, ഒരു സെൻസർ ഇവിടെ കുത്തിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് വീടുകളെടുത്ത് സെൻസറിൽ കഴിച്ചാൽ എനിക്ക് എത്ര ഷുഗറുണ്ട് എന്നും ഇപ്പോഴെത്ര ഉണ്ടെന്ന് കൂടാൻ വെച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന സംവിധാനമാണ്. നമ്മുടെ ലാബുകളിലൊക്കെ ചെന്ന് നമ്മുടെ കയ്യിലെ ബ്ലഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തള്ളലുകൾ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ 7-8 ഐറ്റംസ് പ്രഷർ, ഷുഗർ എല്ലാം കിട്ടുന്ന ലാബുകളൊക്കെ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വരുന്ന നാളുകളിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ നന്മകൾ സ്വന്തമാക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ്സ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ ഇളം തലമുറ വിദ്യാർത്ഥിനികൾക്ക് നൽകണമെന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദ്യാഭ്യാസ പണ്ഡിതന്മാര് 4 കാര്യങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് 21ാം നൂറ്റാണ്ടില് നമ്മൾ പഠിക്കേണ്ട നൈപുണ്യങ്ങളായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷനാണ്. മനുഷ്യർ തമ്മിലുള്ള നല്ല സംഭാഷണങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുന്നവർക്കൊക്കെ ഈ കുട്ടികൾക്ക് സാധാരണ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമുക്ക് 3 ഭാഷ പഠിക്കാറുണ്ടെങ്കിൽ പ്രയാസമാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷ പദ്ധതിയാണ്. അവിടെ ഇപ്പോഴ് നമുക്കറിയാം, നമ്മുടെ പാർലമെന്റിൽ തന്നെ നമ്മുടെ എംപിമാരിൽ മലയാളത്തിൽ പ്രസംഗിച്ചാല് അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഫ്രഞ്ചിലോ ജർമ്മനിലോ ഒക്കെ മാറ്റാവുന്ന 14 ഭാഷകളിലേക്ക് മാറ്റാവുന്ന മെഷീൻസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ കുട്ടികൾ ഇങ്ങനെ 3 ഭാഷകൾ പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി പഠിക്കേണ്ടാത്ത കാര്യമില്ല. ഭാഷ പഠിക്കാതിരിക്കുന്ന അമ്മമാരും പിതാക്കന്മാരൊക്കെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ അന്നേരം തന്നെ ജർമ്മനിലേക്കും ഫ്രഞ്ചിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും കേൾക്കാൻ സാധ്യമാകുന്ന മെഷീനുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഭാഷാ പഠനത്തിന് വേണ്ടി നമ്മൾ നിർവഹിക്കുന്നതായ സമയം നല്ലൊരു മറ്റ് അറിവുകളെ ശേഖരിക്കാൻ ചെയ്യുന്നതായ സമയത്തിന് പകരമായി നല്ല മനുഷ്യബന്ധങ്ങളെ സൃഷ്ടിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ സൃഷ്ടിക്കുന്ന ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ നൈപുണ്യം കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് 21ാം നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസത്തെ ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ടീം വർക്കാണ്. ആർക്കും നല്ലൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ എല്ലാ കാര്യങ്ങളിലും നല്ല ടീം വർക്കോടുകൂടി ഈ കലാലയം തന്നെ എന്തുകൊണ്ടാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളർന്ന് വികസിച്ച വളരെയേറെ പ്രതിഭയുള്ള ഒരു കലാലയമാണ് മാറുകയെന്ന് ചോദിച്ചാൽ നല്ലൊരു ടീം വർക്ക് ഇവിടെയുണ്ട്. അത് മാനേജ്മെന്റ്, അതുപോലെ പ്രിൻസിപ്പൽ, അധ്യാപകര്, നമ്മുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഒക്കെ കിടക്കുന്ന പൊതുപ്രവർത്തകര്, വിദ്യാഭ്യാസ പണ്ഡിതര്, അധ്യാപകര്, മാതാപിതാക്കള്, കുട്ടികൾ, ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു ടീം വർക്ക് എന്ന പാർട്ണർഷിപ്പാണ് നമ്മുടെ എല്ലാ കലാലയത്തിന്റെയും അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ നല്ല ടീം വർക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ നൈപുണ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ നൈപുണ്യം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആണ്. പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. നമ്മുടെ കലാലയങ്ങളിൽ കുട്ടികൾക്ക് നമുക്കറിയാം പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ പഠിച്ചു കൊടുക്കുകയും അതുപോലെ കുറെ പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നോളജ് കൊടുക്കുകയും പുതിയ വസ്തുക്കളെ സൃഷ്ടിക്കുവാനായിട്ടുള്ള അറിവ് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള
വലിയ മാറ്റങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പഠിച്ച ഒരു കലാലയം പട്ടണത്തിലെ കോളേജാണ്. ആ കോളേജിൽ നമുക്കറിയാവുന്ന പോലെ എല്ലാ വർഷവും ഒരു യുവാന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ സാധ്യമാകുന്ന മനോഹരമായ ഒരു പ്രൊഡക്റ്റ് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നല്ല റിസർച്ച് റേഞ്ചോട് കൂടിയ അറിവുകൾ കുട്ടികൾക്ക് ലഭിക്കുന്ന കലാലയങ്ങളാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ക്രിയേഷൻ ഓഫ് ന്യൂനോളജി ഇന്നോവേറ്റീവ് കലാലയങ്ങളായിട്ട് മാറണം എന്നതാണ്. നാലാമത്തെ നൈപുണി എന്ന് പറയുന്നത് അതായത് ക്രിട്ടിക്കൽ ഇന്റലിജൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക സമൂഹത്തിലെ വിദ്യാഭ്യാസം അറിവ് ഓരോ 12 മണിക്കൂറുകളിലും പുതിയ അറിവുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ അറിവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ കരിക്കുലവും പാഠ്യ പദ്ധതികളും എല്ലാം ഓരോ ആവശ്യമനുസരിച്ച് മാറ്റുന്ന അതിനെ ക്രിയാത്മകമായി അല്ലെങ്കിൽ വിമർശനാത്മകമായി വിശകലനം ചെയ്ത് നല്ല അറിവ് കുട്ടികൾക്ക് കൊടുക്കുന്ന കലാലയങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ ഈ കലാലയത്തിന് 21ാം നൂറ്റാണ്ടില് നൈപുണ്യങ്ങൾ വികസിപ്പിക്കുവാൻ സാധ്യമാകുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന കലാലയങ്ങളായിട്ട് മാറണം എന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഡയമെൻഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മുൻകാലങ്ങളിലെ വിദ്യാഭ്യാസത്തിന്റെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസം നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും അതുപോലെ നല്ല ടീം വർക്കും നല്ല ക്രിയേറ്റീവ് ഇന്റലിജൻസും നല്ല ക്രിട്ടിക്കൽ ഇന്റലിജൻസും സൃഷ്ടിക്കുന്ന നല്ല കുട്ടികളെ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് നമ്മളെ സംഭാവന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലയാളി മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ലോകത്തിന്റെ ഏത് ഭാഗവും കീഴടക്കുവാനായി ഇടയാകുമെന്നുള്ളതാണ്. കേരളത്തിലെ മലയാളികളെ ലോകത്തിലെ ഏതാണ്ട് 190 രാജ്യങ്ങളിലുള്ളതാണ്. മലയാളികളില്ലാത്ത സ്ഥലമില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ വിദ്യാഭ്യാസം കൊടുത്തതായ വലിയ കേപ്പബിലിറ്റിയാണ്, കഴിവാണ്. നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് നമ്മൾ കയറ്റിയയക്കുന്ന ഏറ്റവും വിലപിടിച്ച വസ്തുക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡിത്യമുള്ള മനുഷ്യരെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ 340 കോടി ജനങ്ങളാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റും മാതാപിതാക്കളും പൊതുസമൂഹവും എല്ലാം വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ലഭിക്കണമെന്നും അവരെ ഈ നാടിനെ ലോകത്തിന് മുമ്പിലേക്ക് നയിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകളോട് പ്രവർത്തിക്കണം. മദർ സ്കൂൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വിദ്യാഭ്യാസത്തിന്റെ നല്ല കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു മാനേജ്മെന്റ് അത് എല്ലാവരുടെയും കൂട്ടായ്മയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നു. നമ്മൾ ഈ കലാലയത്തിന്റെ 21ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം സമൂഹത്തിന് കൊടുക്കുവാനും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുവാനും സമൂഹത്തിന് സാമൂഹ്യ പ്രബന്ധം കൊടുക്കുവാനും നല്ല പുരോഗതി കൊടുക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷത്തിന് എല്ലാവിധമായ നന്മകളെ നേർന്നുകൊണ്ട് ഇതിന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. It is now a proud privilege to propose a heartfelt gratitude to our esteemed patron and manager, Reverend Dr. Joseph Mark Thomas, for the inspiring presidential address. Light is a symbol of knowledge, wisdom and hope. As we begin this auspicious ceremony, we now invite our honored dignitaries to light the ceremonial lamp and illuminate the celebration in their presence. May I invite Mr. David Gupta, our esteemed guest of Flowers TV and Marvel Manorama fame, to light the lamp and inaugurate the beautiful celebration. May I request our manager and patron, His Excellency Most Reverend Dr. Joseph Mark Thomas, to light the lamp. CK Joy, the Block Panchayat President Pino, to light the lamp.
we welcome our principal to light the lamp. I invite Mr. Priya Pradhanabhya to light the lamp. I welcome our vice principal to light the lamp. And also I welcome our PTA president, Ms. Rajit Kumar, to light the lamp and grace the occasion. Thank you everyone. As the lamp is lit, may it dispel the darkness of ignorance and lead us all towards knowledge, values, and a greener, cleaner future. Dear audience, today we are blessed with the presence of a familiar and inspiring face from Marvel Manorama and Flowers TV fame. With great pride and pleasure, we invite Ms. Devatirtha for the inaugural address. സംഗീതത്തെ അഗാധമായി സ്നേഹിക്കുന്ന അച്ഛനും മകളും കണ്ണൂർ സ്വദേശികളായ ജയേഷും മകൾ ദേവതീർത്ഥയും ഇന്ന് പാട്ടിന്റെ ലോകത്ത് അനുഗ്രഹീത സ്വര സാന്നിധ്യമായി മാറുകയാണ്. ഒരു മികച്ച പാട്ടുകാരനാകണമെന്നുള്ള തന്റെ സ്വപ്നത്തെ മകളിലൂടെ സാക്ഷാത്കരിക്കുകയാണ് ജയേഷ്. 3.5 വയസ്സ് മുതൽ പാട്ടുകൾ പാടി തുടങ്ങിയ ദേവതീർത്ഥ 200ഓളം ഗാനമേളാവേദികളിൽ ഗാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ സംഗീതം ശാസ്ത്രീയമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ജയേഷ് പക്ഷേ തന്റെ മകളെ ഇന്ന് മികച്ച ഗുരുവിന്റെ കീഴിൽ സംഗീതം പഠിപ്പിക്കുന്നു. കണ്ണൂർ ചെറുപുഴ ജയം UP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവതീർത്ഥ. സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നതാണ് ഈ അച്ഛനും മകളും ഇന്നു കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം. സംഗീതത്തെ അഗാധമായി സ്നേഹിക്കുന്ന അച്ഛനും മകളും കണ്ണൂർ സ്വദേശികളായ ജയേഷും മകൾ ദേവതീർത്ഥയും ഇന്ന് പാട്ടിന്റെ ലോകത്ത് അനുഗ്രഹീത സ്വര സാന്നിധ്യമായി മാറുകയാണ്. ഒരു മികച്ച പാട്ടുകാരനാകണമെന്നുള്ള തന്റെ സ്വപ്നത്തെ മകളിലൂടെ സാക്ഷാത്കരിക്കുകയാണ് ജയേഷ്. 3.5 വയസ്സ് മുതൽ പാട്ടുകൾ പാടി തുടങ്ങിയ ദേവതീർത്ഥ 200ഓളം ഗാനമേളാവേദികളിൽ ഗാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവതീർത്ഥ. എനിക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഈ സ്കൂൾ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Thank you, Devatirtha. To enlighten this august gathering with inspiring words and valuable thoughts, we now invite a respected keynote speaker, Mr. K.K. George, Block Panchayat President Payyanur, to deliver the keynote address. May I request you, sir, to kindly come forward and address the gathering. ബഹുമാനമായ നമ്മുടെ ഈ വാർഷികാഘോഷ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബോസ് തോമസ് അവരുടെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ദേവദത്ത, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അനസൂയ, വൈസ് പ്രസിഡന്റ് ഗംഗാധര മാഷ്, PTA പ്രസിഡന്റ് അജിത് കുമാർ, നമ്മുടെ മാത്യു അച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ടവർ, ഒരാളെ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതിരുന്നതാണ്. നമ്മുടെ ബിജു അച്ഛനെയാണ്. ബിജു അച്ഛൻ അതിന് വലിയ കാര്യമായ പ്രഭാഷണം, ഞാൻ കാര്യ പ്രഭാഷണം നടത്താറില്ല. ബിജു അച്ഛൻ എന്നെ ഇഷ്ടമുണ്ട്, എനിക്ക് ബിജു അച്ഛൻ്റെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ബിജു അച്ഛൻ പറഞ്ഞാണ് ഞങ്ങൾ രണ്ടാളും ഒറ്റ സ്കൂളിലാണ് പഠിച്ചത്. ഞാനും പഠിച്ച സിനിമ സ്കൂള്, ബിജു അച്ഛൻ പഠിച്ച സിനിമ സ്കൂള്. ബിജു അച്ഛൻ ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പാളായിട്ട് ഇരിക്കുന്നു. ഞാൻ ആളോട് ജയിപ്പിച്ചുകൊണ്ട് യാതൊരു
പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. എന്തായാലും നല്ല മനോഹരമായ ഒരു ചടങ്ങാണ്. ഒരുപാട് പ്രഭാഷണമൊക്കെ നടത്തി കുറേ ദിവസങ്ങളായി നമ്മുടെ കുട്ടികളുടെ പരിശീലനം നടത്തി കലാപരമായിട്ട് നടന്ന് നിൽക്കുകയാണ്. അപ്പം വലിയ പ്രഭാഷണമൊക്കെ നടത്തിയാൽ അത് കുഴപ്പമാകുന്നുള്ള തത്വധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ പ്രഭാഷണം നടത്തി. എന്നാൽ അതിനപ്പുറത്ത് നല്ല പ്രൗഢ ഗംഭീരമായ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിവരങ്ങളും അറിവുകളും ലഭിക്കുന്ന പ്രഭാഷണമാണ് നമ്മുടെ പിതാവ് ഇവിടെ നടത്തിയത്. പുതിയ കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ വിശദമായി പറഞ്ഞു. എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഈ വിഭാഗം പാറയാണ്. പൊതുപാറ പാറ എന്ന് പറഞ്ഞാൽ പിന്നെ കല്ലുപൊട്ടുന്ന ചെങ്കൽപ്പാറ. ആ ചെങ്കൽപ്പാറയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കുകയും അതിനപ്പുറത്ത് നേരെ മാത്തിന് മേലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഗുരുദേവ കോളേജ്. ആ കോളേജ് സ്ഥാപിക്കുകയും ആ കോളേജ് സ്ഥാപിക്കാൻ ഈ വിദ്യാലയങ്ങൾ, ഈ സരസ്വതി ക്ഷേത്രം, ഈ ദേവാലയം പോലെയുള്ള ഈ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ, അതിനെ നല്ല പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തിയ ഈ പിതാവിന്റെ കരങ്ങളാണ്. ഏതാണ്ട് 10-15 വർഷത്തെ തോന്നുന്നു പിതാവാണ് നമ്മുടെ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ അവിടുന്ന് ചെറുപുഴയിൽ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ചെറുപുഴ വരുന്നത്. ചെറുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ വളവെല്ലാം തിരിഞ്ഞ് വൈകിട്ട് വെള്ളം തിരിഞ്ഞ് വരുമ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാവും. അതിനപ്പുറത്ത് ഒരാളുണ്ട്. ഇപ്പോൾ സ്കൂൾ വന്നപ്പോൾ എന്തൊരു ഐശ്വര്യമാണ് ഈ നാടിന് കൈവന്നിരിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടെ തോന്നാം. ഞാൻ ആദ്യം പ്ലസ് പഠിച്ച് പാരൽ കോളേജാണ്. പിന്നെ പയ്യന്നൂർ കോളേജിൽ പോയി. നമുക്ക് പാരൽ കോളേജ് അല്ലാതെ കോളേജിനെ ആശ്രയിക്കാൻ എന്ന് ഇപ്പൊ നമുക്ക് പെരിങ്ങോത്ത് കോളേജ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഗുരുദേവ് കോളേജ്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിലുള്ള ഒരു കയ്യൊപ്പ് ചേർത്തുകൊണ്ട് നമ്മുടെ ബത്തേരി രൂപത അത് സജീവമായി കാണുകയാണ്. അപ്പുറത്തെ കോളേജിന്റെ പ്രിൻസിപ്പാള് നമ്മുടെ തിരുവേണ്ടി അച്ഛനാണ് അല്ലേ, നമ്മുടെ ഷാമൂർ അച്ഛനാണ്. ഈ അച്ഛന്മാരൊക്കെ ആയിട്ട് നമ്മൾ തിരുവേണ്ടിക്കറിയാവുന്നത് ഒരു സ്വാർത്ഥപരമായ കടുത്ത ബന്ധം ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ സഭകൾ ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ സഭ വിദ്യാഭ്യാസ പള്ളിയോട് ചേർന്ന് പള്ളി ഇല്ലെങ്കിലും അതിനോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് പറഞ്ഞാണ് നമ്മുടെ കുര്യാക്കോസ് ചാവറയച്ചൻ. ആ കുര്യാക്കോസ് ചാവറയച്ചൻ അതാണ് പള്ളിക്കൂടം എന്നുള്ള പേര് തന്നെ. പള്ളിയോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചപ്പോൾ അതിന് പള്ളിക്കൂടം എന്ന് പേരിട്ടു. അറിവിന് വിദ്യാഭ്യാസത്തിന് എത്രമാത്രം പിതാവ് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്താണ്. നമ്മളൊക്കെ നേരത്തെ ആഗ്രഹിച്ചു. നമ്മൾ പഠിച്ച ത്രിവേണി സ്കൂള് ഓരക്ഷട്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സർക്കാർ സ്കൂള് രമ്യഹമ്യങ്ങളായ സ്കൂളുകളെ മാറിയാണ്. എത്ര മനോഹരമാണ്, കൊട്ടാരം പോലത്തെയാണ് സർക്കാർ സ്കൂളുകൾ. എന്നാൽ അതിനു മുമ്പ് ഇതെല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് നല്ല കുതിപ്പ് നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് വിദേശത്തു നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നവരായി മാറണം. ചുരുക്കം ചില വിദ്യാർത്ഥികളാണ് കൊണ്ട് വിദേശത്ത് പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തെ കണ്ട് കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ നാട് മാറണം. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാധാരണ പണ്ട് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറയുമ്പം അത്ര ഇംഗ്ലീഷ് പഠിത്തത്തിന്റെ മലയാളത്തിന് മാതൃഭാഷയ്ക്ക് കവിതക്കാർ പാടിക്കൊടുത്ത മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ ഭക്തന് പെറ്റമ്മ തൻ ഭാഷ നാട്ടെ മാതാവിൽ വാത്സല്യ ദുഃഖം മുഖർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുന്നതാണ്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾ മക്കളെ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ ധാരണയിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പക്ഷെ ഇപ്പം ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ലോക ഭാഷയാണ്. അതും ഈ ലോകം എന്ന് പറയുന്ന എത്ര വിശ്വം വരെ ഏകീകൃതമാണ്. ഈ ലോകം ഒരു പക്ഷിക്കൂടാണ്. 811 കോടി ജനങ്ങൾ ജീവിക്കുന്ന ലോകത്ത് ആ പക്ഷിക്കൂട് പോലുള്ള ലോകത്ത് ജീവിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയും ഒരു മാതൃഭാഷയാണ്. ഇത് നമുക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള പുരോഗതി വേണമെങ്കിൽ ഇംഗ്ലീഷിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമുണ്ട്
മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മദർ സ്കൂള്, മാതാവിന്റെ പേരുള്ള സ്കൂള്, മദർ സ്കൂൾ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ പേരുള്ള സ്കൂളാണ്. ആ സ്കൂളിന് മാതൃസ്നേഹവും സാഹോദര്യവും കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റു ഭാഷകളോ അല്ല, അധ്യാപകർ പകർന്നു നൽകുന്ന ആ അക്ഷരങ്ങൾ മാത്രം പഠിച്ച് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ മാത്രം പഠിച്ച് ഒരു കുട്ടി വളർന്നതിനല്ല പുരോഗതി. പിതാവോട് പറഞ്ഞു, മനുഷ്യ സ്നേഹത്തിന്റെ സാഹോദര്യം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണം. മദറിനെ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ അച്ഛന്മാരെ നല്ല നിലയ്ക്ക് സ്നേഹത്തോടെയും സഹോദരത്തോടെയും നോക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ, പുതിയ തലമുറ വളർന്ന് ഉയർന്നു വരാൻ സാധിക്കണം. ഞാൻ കണ്ടോണം അനുസരിച്ച മരുതമ്പാടി ടൗണിൽ ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിൽ കൊണ്ട് ആളെ ചേർക്കുന്ന ആളുകൾ കണ്ടു. അവിടെ കൊണ്ടുപോയി അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന, അവിടെ ആളുകൾ മാത്രം താമസിക്കുന്നത്, ഉപേക്ഷിക്കുന്നവരെ കൊണ്ടു. ആ ഉപേക്ഷിച്ചത് അവര് പൈസ കൊടുത്ത് മനോഹരമായി അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ, പല സ്ഥലത്തും അന്വേഷിച്ചപ്പം അവിടെ പിതാക്കന്മാരെ, മാതാപിതാക്കളെ കൊണ്ടുപോയി വിടുന്നവർ നിസ്സാരപ്പെട്ട ആളുകളല്ല, നല്ല ഉന്നത കുലജാതന്മാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല വിവരമുള്ളവരാണ്. നമ്മുടെ യോഗ്യതയുടെ ആ സർട്ടിഫിക്കറ്റ് കുമ്പാരം അടുക്കി വെച്ചാൽ ഉന്നതമായ ബിരുദാനന്തരം യോഗ്യതയൊക്കെ ഉള്ളവർ ഒരു കാലം കഴിയുമ്പോൾ തന്റെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി വിടുന്ന നിലയിലെത്തുമ്പോൾ എത്ര വിദ്യാഭ്യാസം കിട്ടിയാലും, എത്ര വിവരമുണ്ടായാലും, എത്ര ഉയർന്ന നിലവാരത്തെത്തിയാലും മാതാപിതാക്കളെ ശ്രദ്ധിക്കാനും അവരെ സംരക്ഷിക്കാനും കഴിയാത്തവര് ഏതു ഭാഷ, എത്ര വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കതിനെല്ലാം അപ്പുറത്തേക്ക് കിടക്കാൻ സാധിക്കണം. നമ്മുടെ മക്കൾ നല്ല മാതൃത്വ സ്നേഹമുള്ളവരായി, മനുഷ്യനെ സ്നേഹിക്കുന്നവരായി മാറുന്ന തലമുറയായി വളർത്തിയെടുക്കാൻ കഴിയണം. അതിനുവേണ്ടി ഇവിടെ നൽകുന്ന അറിവ് മാത്രമല്ല, അതിനപ്പുറത്ത് ഇവിടെ അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ, വിദ്യാഭ്യാസം നൽകുമ്പോൾ, അതിനപ്പുറത്ത് കലാപരമായി, സാഹിത്യപരമായി മനസ്സിന് സന്തോഷം നൽകുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ, വാർഷികങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പിതാവിനെ കാണാൻ ആളുകളുണ്ട്, എന്നാൽ എന്നെയൊന്നും കാണാൻ ആളുള്ളത് ഇവിടെ ദേവതത്തെ കാണാനാണ്. മനോരമയിലെ ദേവതത്തെ അവിടെ വിളക്ക് കൊടുത്താൽ കേട്ടു വരുമ്പോൾ, രണ്ട് വാക്ക് പറയുമ്പോൾ എത്ര ആവേശത്തോടെയാണ് നാം കാണുന്നത്. ദേവതയുടെ പാട്ടുകൾ മനോരമയുടെ കാണുമ്പോൾ എല്ലാ വിഭാഗീയതകളും മാറുകയാണ്. അവിടെ മതമോ ജാതിയോ വർണ്ണ ചിന്തഭേദമോ ഒന്നുമില്ല. ഒരു വിഭാഗീയതയില്ലാതെ ഒരേ മനസ്സോടെയാണ് നമ്മളൊരു പാട്ട് ആസ്വദിക്കുന്നത്. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നു. ഇത്തരം ധാർമ്മിക വാർഷികങ്ങൾ, ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള സ്കൂളുകൾ പുതിയ നന്മയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ളതായി മാറണം. ഒരുപാട് കലാപരിപാടികളെല്ലാം ഇവിടെ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ക്ഷണിച്ച അധികൃതർക്ക്, അച്ഛന്, മാതൃത്വത്തിന് എല്ലാവർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your valuable words that you have shared with us. To continue the felicitation ceremony, we now invite our respected PTA President, Dr. Ajit Kumar, to honor our dignitaries. Welcome, sir. ആശംസ
അതുപോലെ രക്ഷിതാക്കളെ, അധ്യാപകരെ, അതുപോലെ സുഹൃത്തുക്കളെ. ഈ മദ്രസ സ്കൂളിൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ടിരുന്ന ഒരു രക്ഷിതാവ്, അതുപോലെ ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ എനിക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മദ്രസ സ്കൂൾ പഠന പാഠ്യേതര വിഷയങ്ങളിൽ എന്നും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച വിദ്യാലയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ടീം വർക്ക്, നല്ലൊരു ടീം വർക്ക് ഈ മദ്രസ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ പിന്നിലുണ്ട്. ആ ടീമിനെ നിയന്ത്രിക്കുന്ന നല്ലൊരു മാനേജ്മെൻറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സ്കൂൾ ഇത്രയും മനോഹരമായ രീതിയിൽ, ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഒരു PTA എന്ന രീതിയിൽ ഒരു PTA പ്രസിഡന്റ് ആയ സമയത്ത് എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. അപ്പം സാധാരണ PTA ഗവൺമെൻറ് സ്കൂളുകളിലേക്കുള്ള PTA എന്ന് വെച്ചാൽ പ്രവർത്തനമായിട്ട് നടത്തേണ്ടി വരുന്ന അവസ്ഥകളാണുള്ളത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ആശങ്ക വിളിച്ചപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു PTAക്ക് കാര്യമായി ഒന്നും ചെയ്യാമെന്നുള്ളവരുടെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ PTAക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. എല്ലാ പ്രവർത്തനങ്ങളും സ്കൂൾ തന്നെ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ PTAയുടെയും മറ്റു രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്നൊക്കെ ചെറിയ രീതിയിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്കും തുടർന്നുള്ള നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. Thank you, sir, for your kind words. As a token of our love, respect and gratitude, we shall now honor our distinguished guest, Miss Devadutta, with a memento. I humbly request His Excellency Most Reverend Dr. Joseph R. Thomas, the patron and manager, to honor Miss Devadutta with a memento as the token of our love. May I invite Devadutta to kindly come forward and receive the memento. Thank you, Devadutta, and thank you, Father. Academic excellence is the result of dedication and discipline. We now move on to the proud moment of this evening, honoring the students who have secured top scores in the CBSE Board Examinations 2025. May I request our respected patron advisor, Reverend Dr. Joseph R. Thomas, to kindly honor our bright achievers, whose hard work has brought laurels to the school. I invite Ms. Anaka Lakshmi, secured 97% in the CBSE Board Examination and became the school topper. Welcome, Anaka Lakshmi. We welcome Master Jiva George and Vaiga Pitti to receive the order. Congratulations to the winners. Thank you, Father. To formally conclude this official ceremony, may I now invite our respected Vice Principal, Reverend Father Matthew Palakapray, to deliver the vote of thanks. Welcome, Father. Good evening, everyone. The school annual day is one of the most joyful and memorable celebration in the life of a student. It is a day
Our school comes alive with colors, music, and happiness. As we celebrate our annual day today, it is my privilege to express our sincere gratitude to all those who have contributed to make this event a grand success. First and foremost, we thank the Almighty God for His abundant blessings and guidance throughout this academic year. With a deep respect and gratitude, we express our heartfelt thanks to our patron and manager, His Excellency Most Reverend Dr. Joseph Mark Thomas, for his meaningful message, visionary leadership, fatherly guidance, and everlasting constant support that continue to inspire our institution. Dear Reverend Bishop, you are the real inspiration to all of us. So on this beautiful occasion, I extend our heartfelt gratitude to you. Thank you, His Excellency. We sincerely thank Mr. K.K. Joy, the Block Panchayat President. Dear sir, thank you for accepting our invitation and inspiring us by your meaningful address. Thank you, dear sir. We extend a heartfelt thanks to our guest of honor, Ms. Devatirtha, for lighting the ceremonial lamp and for being a true inspiration to our young students. Thank you, Ms. Devatirtha. Our sincere appreciation goes to Mrs. P. Anasuya, Panchayat President, and Mr. Gangadhar Master, the ward members, for felicitating our outstanding students. I express my heartfelt gratitude to our beloved principal, Reverend Father Biju Mudapalli, for his dedicated leadership and effort. Thank you, dear Father. Finally, I thank Dr. Ajit, PTA President, executive members, teachers, and non-teaching staff, and our beloved parents and students for your dedicated hard work and commitment. Thank you all. Once again, I thank all those who gathered here for sharing the success of our annual day program. Thank you all. Thank you, Father.